ഫേസ്ബുക്കിലെ ക്ലോസ്ഡ് ക്യാപ്ഷൻ എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അപ്പോൾ എന്താണ് ക്ലോസ്ഡ് ക്യാപ്ഷൻ, അത് എങ്ങനെ എനേബിൾ ചെയ്യാമെന്നാണ്, അതുകൊണ്ടുള്ള ബെനിഫിറ്റ്സ് എന്തൊക്കെയാണെന്നാണ് ഞാനിന്ന് പറയുന്നത്. അപ്പോൾ ഇതറിയാൻ പാടില്ലാത്തവർ വീഡിയോ ഫുള്ളായിട്ട് കാണണം കേട്ടോ, ഫുള്ളായിട്ട്. ഓക്കെ, നമ്മളപ്പോൾ പ്രൊഫൈൽ എടുക്കുക. പ്രൊഫൈലിൽ നമ്മുടെ റീൽസ് എടുക്കുക. വീഡിയോസും റീൽസും ചെയ്യുമ്പോഴാണ് ഇത് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത്. നമ്മുടെ റീൽ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, നമ്മളപ്പോൾ ഏതെങ്കിലും ഒരു റീൽ എടുക്കുക. റീൽ എടുത്തതിന് ശേഷം നെക്സ്റ്റ് അടിക്കുക. നെക്സ്റ്റ് അടിച്ച് കഴിയുമ്പോൾ നമ്മുടെ ഈ ഒരു പേജ് ഓപ്പൺ ആയിട്ട് വരുന്നതായിരിക്കും. നമ്മുടെ താഴെ ക്ലോസ്ഡ് ക്യാപ്ഷൻസ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ നമുക്ക് കാണാൻ പറ്റും. അതൊന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ ക്ലോസ്ഡ് ക്യാപ്ഷൻസ് വരുന്നുണ്ട്. അതിൽ ഓട്ടോമാറ്റിക് ക്ലോസ്ഡ് ക്യാപ്ഷൻസ് നിങ്ങളുടെ എനേബിൾ അല്ല എന്നുണ്ടെങ്കിൽ അത് എനേബിൾ ചെയ്ത് വയ്ക്കുക. എൻ്റെ ഓൾറെഡി ഞാൻ എനേബിൾ ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ സെക്കൻഡ് റിവ്യൂ ക്ലോസ്ഡ് ക്യാപ്ഷൻസ് ആണ് വരുന്നത്. അത് നിങ്ങൾ എനേബിൾ ചെയ്ത് വയ്ക്കുക. അപ്പോൾ ഈ ഓട്ടോമാറ്റിക് ക്ലോസ്ഡ് ക്യാപ്ഷൻ നിങ്ങൾ എനേബിൾ ചെയ്ത് വെച്ച് കഴിയുമ്പോൾ നിങ്ങളുടെ വീഡിയോസൊക്കെ നമ്മൾ റീൽ ചെയ്യുമ്പോൾ നമ്മൾ സംസാരിക്കുന്ന കാര്യങ്ങൾ നമുക്ക് ആൾക്കാർ കാണുന്നത് ആ ലാംഗ്വേജിൽ അവർക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത് കിട്ടുന്നതായിരിക്കും. ഈ റിവ്യൂഡ് ക്ലോസ്ഡ് ക്യാപ്ഷൻ എനേബിൾ ചെയ്ത് വയ്ക്കുക. നമ്മുടെ ഈ ക്ലോസ്ഡ് ക്യാപ്ഷൻസ് റിവ്യൂ ചെയ്യാനുള്ളൊരു ഓപ്ഷനാണത്. അപ്പോൾ ക്ലോസ്ഡ് ക്യാപ്ഷൻസ് എങ്ങനെയാണ് എനേബിൾ ചെയ്യുന്നതെന്ന് എല്ലാവർക്കും മനസ്സിലായി കാണുമല്ലോ അല്ലേ? അപ്പോൾ നമ്മൾ മലയാളത്തിലാണല്ലോ റീൽസും വീഡിയോസും ഒക്കെ ഇടുന്നത്. അപ്പോൾ മറ്റുള്ള ലാംഗ്വേജുകാർക്ക് അത് മനസ്സിലാകാൻ വേണ്ടിയാണ് ക്ലോസ്ഡ് ക്യാപ്ഷൻസ് നമ്മൾ എനേബിൾ ചെയ്ത് വയ്ക്കുന്നത്. അപ്പോൾ വീഡിയോ ഉപകാരപ്രദമായെങ്കിൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ.